ഹായ് എവരിവൺ. അപ്പോൾ എല്ലാവരും ഈ തംബ്നെയിൽ കണ്ടിട്ട് വന്നവരായിരിക്കും അല്ലേ. അപ്പം എക്സാമിന് ഇനി എന്താണ് എല്ലാ ചാപ്റ്റേഴ്സിലും ഇക്വേഷൻസ് ഒറ്റയടിക്കുക, അതായത് വളരെ കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ എന്താണ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്ററിൻ്റെ ഇക്വേഷനും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, നല്ല വൃത്തിക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ വളരെ കുറച്ച് സമയം കൊണ്ട് എന്താണ് നമ്മൾ ഈ ചാപ്റ്റേഴ്സിൽ ഇക്വേഷൻ ഒക്കെ പറഞ്ഞു പോകാൻ പോകണം. നോക്കിക്കോ, അപ്പോൾ വേഗം തന്നെ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്താണ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ, അത് നിങ്ങൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുള്ളതാണ്. സോ ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് മീൻസ് എന്താണ് T=2π√L/G ഒക്കെ ഡിറൈവ് ചെയ്യാൻ, അങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടില്ലേ. സോ അങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ വരാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത് പ്രത്യേകിച്ച് ഇക്വേഷൻസ് ആയിട്ടൊന്നുമില്ല. സോ നമ്മൾ 1 ഡയമെൻഷൻ മുതൽ ആ ലാസ്റ്റ് ചാപ്റ്റർ വേവ്സ് വരെ എന്താണ് ഫുൾ ഇക്വേഷൻസ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. നോക്കിക്കോളാം, വേഗം തന്നെ നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ചാപ്റ്റർ നമ്മളുടെ എന്താണ് യൂണിറ്റ്സ് കഴിഞ്ഞിട്ടുള്ള 1 ഡയമെൻഷൻ മോഷൻ അല്ലേ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോ, എസ് സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്, ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. സോ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അറിയുന്ന കാര്യമാണ്. വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണല്ലേ. ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇനി നോക്കിക്കോട്ടെ, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ആവറേജ് നിങ്ങൾ ഈ ഒരു സ്പീഡിന്റെ മുന്നേ കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നുമില്ല, ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈമോട് ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആവറേജ് സ്പീഡ്, ഡിഫൈൻ ആവറേജ് സ്പീഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. ഡിഫൈൻ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാലോ ഇറ്റ്സ് സ്പീഡ് അറ്റ് ഇൻസ്റ്റന്റ്, ഒരു ഇൻസ്റ്റന്റിലെ സ്പീഡ്. അതായത് ഈ ഡിസ്റ്റൻസ് വളരെ ചെറുതാക്കി, അതായത് ടൈം ഇന്റർവൽ വളരെ ചെറുതാക്കിയിട്ട് അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണോ അതായിരിക്കും ആവറേജ് സ്പീഡ് ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അതിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഐഡിയ മനസ്സിലാക്കുക. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഓക്കെ അല്ലേ, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ അതിനടുത്ത സമയം. ഓക്കെ, ഇനി നോക്കിക്കോ, നമുക്ക് ഫസ്റ്റ് മീൻസ് എന്താണ് ഇക്വേഷൻസ് ഓഫ് മോഷനിലേക്കാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് കിടക്കാൻ പോകുന്നത്. നോക്കിക്കോ, V = U+AT ഉണ്ട്, S = UT + ½ ഉണ്ട്, V² = U² + 2as ഉണ്ട് അല്ലേ. ഇനി ഒരു ഫ്രീ ഫോളിന്റെ കേസ് ഒക്കെ നടക്കുകയാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. കാരണം നമ്മൾ ഡ്രോപ്പാണ് ചെയ്യുന്നത്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. പിന്നെ അപ്പം ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആരും കൊടുക്കുന്ന ആക്സിലറേഷൻ അല്ല, നമ്മൾ കൊടുക്കുന്നതല്ല. ആര് കൊടുക്കുന്ന? ഭൂമി കൊടുക്കുന്ന. സോ ആ എക്ക് പകരം നിങ്ങൾ G ഇട്ട് കൊടുക്കാൻ ഉള്ളൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് മാറ്റി എഴുതാം. നോക്കിക്കോ, ഫ്രീ ഫോൾ അതായത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഓക്കെ, അവിടുന്ന് ഒരു h ഹൈറ്റ് താഴത്തോട്ട് ഡ്രോപ്പ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണ് ആക്സിലറേഷൻ G ആയിരിക്കും. സോ ഇക്വേഷൻ ഒക്കെ വേണേൽ മാറ്റി എഴുതി കൂടെ എഴുതാം. ജസ്റ്റ് ഒരു ഐഡിയ കാണിച്ചു തന്നാട്ടോ. ഇതേപോലെ നിങ്ങൾക്ക് ഓരോരോ കേസുകൾ എഴുതാൻ പറ്റും. ഓക്കെ, സോ നോക്കിക്കോ, താഴെ എത്തുമ്പോൾ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എനിക്കറിയില്ല, അത് V = U+AT ഇട്ട് കൊടുക്കാം. സോ U 0 ആണ്. സോ V = എക്ക് പകരം അവിടെ G കൊടുക്കാം. സോ V = GT എന്ന് വന്നു. ഓക്കെ അല്ലേ. ഈ എച്ചിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാമല്ലോ, H = U ഇല്ലല്ലോ. സോ എസിന് പകരമാണ് അവിടെ H വരാൻ പോണത്, S = H ആയിട്ടാണ് വരാൻ പോണത്. സോ H = ½ GT² എന്ന് എഴുതാം. അപ്പോൾ താഴെ എത്താണ്ടിരുന്ന സമയം എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതി കൂടെ T = √2h/g വരിക. ഇത് സോൾവ് ചെയ്താൽ മതി. T = √2h/g വരിക. ഓക്കെ അല്ലേ. ഈ താഴെ വീഴുമ്പോൾ ഒരു വെലോസിറ്റിയിലല്ലേ വീഴുക, ആ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് ആ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഈ ഒരു കേസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്ക്. V² = U² + 2as ആണ്. പക്ഷേ എക്ക് പകരം G ഉണ്ട്, എസിന് പകരം H ഉണ്ട്. സോ V² = 2gh എന്ന് വരും, അല്ലെങ്കിൽ V = √2gh. സോ താഴെ ഒരു ഒബ്ജക്റ്റ് വീഴുമ്പോൾ അതിൻ്റെ വെലോസിറ്റി √2gh ആയി, ഇതിനെടുക്കുന്ന സമയം √2h/g ആയി അല്ലേ, ഫ്രീ ഫോളിൽ. ഇതേപോലെ ഒരു ബോൾ താഴെ നിന്ന് മുകളിലേക്ക് എറിയുകയാണെങ്കിൽ ആ G നിങ്ങൾ മൈനസ് ഒക്കെ എടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ, അതിൻ്റെ ഒക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടല്ലോ. സോ ഇത്ര ഇക്വേഷൻസ് നിങ്ങൾ ഈ 1 ഡയമെൻഷൻ മോഷനിൽ പഠിച്ചു വെക്കാം. ഇനി മോഷൻ 2 ഡയമെൻഷനിൽ പോകുമ്പോൾ എന്താണ് യൂണിറ്റ് വെക്ടർ എന്ന് ചോദിക്കാം. വെക്ടർ, ഒരു യൂണിറ്റ് വെക്ടർ കിട്ടണമെങ്കിൽ ആ വെക്ടറിന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടും. പിന്നെ നമ്മൾ റിസൾട്ടൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ. റിസൾട്ടിൻ്റെ കാര്യങ്ങൾ, അതായത് ഒരു എയും ബിയും ഒരു θ ഡിഗ്രിയിൽ വെക്കുകയാണെങ്കിൽ റിസൾട്ടിനെ കണ്ടുപിടിക്കാൻ √a² + b² + 2ab cos θ ആണ് അല്ലേ. ഇനി നോക്കിക്കോ, ആ റിസൾട്ടിൻ്റെ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ tan α = b sin θ/a + b cos θ എന്നും നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇനി ഇതാ ഈ 3 ഇക്വേഷൻസ് അല്ലേ, പ്രൊജക്ടൈലിൻ്റെ ഇക്വേഷൻസ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ്, അതായത് ഒരു പ്രൊജക്ടൈൽ എറിഞ്ഞു, ഇവിടുന്ന് ഇവിടെ എത്താൻ എടുക്കുന്നത്, അതായത് സെയിം ഹൊറിസോണ്ടൽ ലെവലിലേക്ക് തിരിച്ചെത്താൻ എടുക്കുന്ന സമയം, അതിന് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിക്കുക. അതിൻ്റെ ഇക്വേഷനാണ് 2u sin θ/g അല്ലേ. ഈ H എത്ര ഹൈറ്റ് എത്തിയിട്ടുണ്ടാവുന്നു, H = U² sin² θ/2g അല്ലേ. റേഞ്ച് U² sin 2θ/g. ഇനിയിപ്പം മാക്സിമം റേഞ്ച് കാണാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ sin 2θ വാല്യൂ അല്ലെങ്കിൽ ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ 1 ആക്കി എടുത്താൽ മതി. ഓക്കെ, മാക്സിമം ഹൈറ്റ് കാണാൻ പറഞ്ഞാൽ ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആക്കി എടുത്താൽ മതി. ഓക്കെ അല്ലേ, പ്രശ്നമല്ലോ. സോ മാക്സിമം ഹൈറ്റ് വേണമെങ്കിൽ U²/2g എന്ന് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കേസിൽ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, നേരെ മുകളിലേക്ക് എറിയുമ്പോൾ. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ലോജിക്കല്ലേ. ഇപ്പം നമ്മൾ അതൊക്കെ കൂടെ പറഞ്ഞു തന്നാൽ ഭയങ്കര ടൈം പോകും. ഓക്കെ, അപ്പം മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ sin 2θ 1 ആകണം. സോ θ = 45. അതൊക്കെ നിങ്ങൾക്ക് ലോജിക്ക് വേണം കേട്ടോ. അപ്പം ഈ ഇക്വേഷൻസ് ഒക്കെ നോക്കുക. പിന്നെ ആംഗുലാർ വെലോസിറ്റി പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ആണ് അല്ലേ. V = r⍵ അല്ലേ. V = r⍵ എന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ V²/r എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ ആ സർക്കുലാർ മോഷൻ ഭാഗത്തു നിന്നാണ്, ഇത് പ്രൊജക്ടൈലിൻ്റെ ഭാഗത്തു നിന്നാണ്. പിന്നെ ഇത് ബേസിക് ആയിട്ട് അറിയേണ്ട റിസൾട്ടിൻ്റെ ഐഡിയ ആണ്. സോ ഈ പാഠത്തിലെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞു. ഇതേപോലെ തന്നെ നോക്കിക്കോ, അടുത്ത ലോസ് ഓഫ് മോഷൻ നോക്കണം. F = dp/dt നമ്മൾ പഠിച്ചതാണ് അല്ലേ. dp/dt അല്ലെങ്കിൽ എന്താണ് ഈ പീനെ നമുക്ക് mb എന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് F = ma ഒക്കെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു, നമ്മൾ പഠിച്ചതാണ്. സോ അത് നമുക്കറിയാം. ഇനി എന്താണ് ഇമ്പൾസ് =
ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം എന്ന് പറയാം, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറയാം. സോ I = F ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡെൽറ്റ പി. ഓക്കെ, ഇനി റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ, അതായത് ഒരു ബുള്ളറ്റ് ഗണ്ണിന്ന് പോകുമ്പോൾ ഗണ്ണിന് ഒരു ബാക്ക്വേർഡ് ആയിട്ട് ഒരു ചെറിയൊരു വെലോസിറ്റി വരും. ആ വെലോസിറ്റിയാണ് നമ്മൾ റീകോയിൽ വെലോസിറ്റി എന്ന് വിളിക്കുക. സോ ആ റീകോയിൽ വെലോസിറ്റി നമ്മൾ എന്താണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന് ഡിറൈവ് ഒക്കെ ചെയ്തെത്തുന്നതാണ്. സോ ആ റീകോയിൽ വെലോസിറ്റി ഗണ്ണിന് ഉണ്ടാവുന്നില്ല. സോ VG, ഓക്കെ, VG = മൈനസ് സ്മോൾ m ഇൻറ്റു ബി ഇൻറ്റു സ്മോൾ v ഇൻറ്റു ബി. എന്താണ് ഈ ബി ഒക്കെ ഞാൻ എന്തിനായിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക? ബുള്ളറ്റും ഗണ്ണുമാണ്. ഓക്കെ, ബി ഒക്കെ സൂചിപ്പിക്കുന്ന ബുള്ളറ്റിൻ്റെ ടേംസ് ആണ്, ജി സൂചിപ്പിക്കുന്ന ഗണ്ണിൻ്റെ ടേംസ് ആണ്. സോ വെലോസിറ്റി ഓഫ് ഗൺ = മാസ് ഓഫ് ദ ബുള്ളറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ബൈ മാസ് ഓഫ് ദ ഗൺ. ഓക്കെ, ഇത് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ഒരു മൈനസ് ഉണ്ടാവും, കാരണം എന്താണ്, ഇത് റീകോയിൽ വെലോസിറ്റിയാണ്. ബുള്ളറ്റ് അങ്ങോട്ട് പോകണമെങ്കിൽ ഗണ്ണ് ബാക്കോട്ടാണ് പോകണം. സോ അവിടെ ഒരു മൈനസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി ഇതാ ഫ്രിക്ഷൻ്റെ കാര്യങ്ങൾ, അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ, അതിനാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നൊക്കെ വിളിക്കുക. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? μSn ആണ്. n എന്ന് പറഞ്ഞാൽ നോർമൽ ആണ് അല്ലേ? നോർമൽ ആണ്. ഓക്കെ, FK എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. അതും ഈക്വൽ ടു എന്താണ്? μKn ആണ്. ഓക്കെ, അപ്പം ഇത് ഏരിയ ഓഫ് കോൺടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതേപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ആ മൂവ് ചെയ്യുന്ന ബോഡീൻ്റെ വെലോസിറ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യുക. അതൊക്കെ നോർമലിനാണ് ഡിപ്പെൻഡ് ചെയ്യുക. n = mg എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, നിങ്ങൾക്ക് അറിയാം. ഓക്കെ അല്ലേ? ഇനി ലിഫ്റ്റിൻ്റെ കേസ്, ലിഫ്റ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ അപ്പാരൻറ്റ് വെയിറ്റ് പറഞ്ഞാൽ കൂടുന്ന രീതിക്കായിരിക്കും തോന്നുക. സോ m × g പ്ലസ് ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്ന ആക്സിലറേഷൻ എത്രയാണോ അത് ആഡ് ചെയ്യാം. ഓക്കെ, സോ m × g + a എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് മുകളിലേക്കോ താഴത്തോട്ടോ പോകണം ആ ആക്സിലറേഷൻ. ഓക്കെ, സോ വെയിറ്റ് അപ്പാരൻറ്റ് മുകളിലേക്ക് പോകുമ്പോൾ m × g + a, താഴത്തേക്ക് വരുമ്പോൾ m × g - a. ഓക്കെ അല്ലേ? ഈ മാക്സിമം സ്പീഡിനെ സർക്കുലാർ ലെവൽ റോഡ്, ഒരു ലെവൽ റോഡ് കൂടെ പോകുമ്പോൾ മാക്സിമം സ്പീഡ് എത്രയായിരുന്നു? √μsRg ആയിരുന്നു. ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, ഇതേപോലെ തന്നെ ബാങ്ക്ഡ് റോഡ് ആകുമ്പം ആ മാക്സിമം സേഫ് സ്പീഡ് എത്രയായിരിക്കും? √RG × μs + tan θ / 1 - μs tan θ. മ്യൂ എന്താണെന്നൊക്കെ പറയാമല്ലോ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനാണ് നമ്മൾ മ്യൂ എന്നൊക്കെ വിളിക്കുക. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ് μs കൊണ്ട് ഞാൻ അവിടെ ഉദ്ദേശിച്ചുള്ളത്. ഓക്കെ, ഈ ഒപ്റ്റിമം സ്പീഡ് എന്താണ്? ഒപ്റ്റിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഇല്ലാണ്ട് പോകാൻ പറ്റുന്ന സ്പീഡാണ്. സോ ഫ്രിക്ഷൻ്റെ ആ ടേം അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0 ആക്കി ഇട്ടാൽ മതി. സോ ഈ ടേമിൽ മ്യൂവിനൊക്കെ 0 എടുക്കുകയാണെങ്കിൽ നമുക്ക് v = √RG tan θ എന്ന് കിട്ടും. ക്ലിയർ അല്ലടാ? ക്ലിയർ ആയിരിക്കും. ഇനി അടുത്ത ചാപ്റ്റർ വർക്ക് എനർജി പവർ. അതിൻ്റെ അറിയേണ്ടതാണ് വർക്ക് = F.S അല്ലേ? ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ FS cos θ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ അറിയേണ്ടത് കൈനറ്റിക് എനർജി = ½ mv². പഠിച്ച ഇക്വേഷനാണ്. ഇൻ ടേംസ് ഓഫ് മൊമെൻറ്റം P = mv നിങ്ങൾ പഠിച്ചിട്ടില്ലേ? P = mv എന്നൊക്കെ നമ്മൾ എവിടെയും എഴുതിയിട്ടുണ്ടോ? ഉണ്ടാവണതാ P = mv അല്ലേ? P = mv എന്ന് അറിയുന്ന ആൾക്കാരല്ലേ? സോ Ke = ഇൻ ടേംസ് ഓഫ് മൊമെൻറ്റം നമുക്ക് p²/2m എന്ന് എഴുതാൻ പറ്റും. സോ ഇത് നോട്ട് ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി = mgh എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഈ പവർ = വർക്ക് ബൈ ടൈം എന്ന് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ F.V എന്ന് എഴുതാൻ പറ്റും. ഫോഴ്സിൻ്റെയും വെലോസിറ്റിയും ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ടും എഴുതാൻ പറ്റും അല്ലേ? F.V എന്ന് എഴുതാൻ പറ്റും. ഇനി നിങ്ങൾ അറിയേണ്ടത് A.B നെ AB cos θ എന്ന് എഴുതാൻ പറ്റും, A × B നെ AB sin θ എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലടാ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ പാഠത്തിൽ നിർബന്ധമായിട്ട് അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ റൊട്ടേഷൻ മോഷൻ വരികയാണെങ്കിൽ, റൊട്ടേഷൻ മോഷൻ നിങ്ങൾ പുതിയ എന്തൊക്കെ ഇക്വേഷൻ പോലെ തോന്നും, ഇതൊക്കെ എന്താണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ലോസ് ഓഫ് മോഷനിൽ ഇക്വേഷൻ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ടോർക്ക് = R × F നിങ്ങൾ ആദ്യം അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ്. ഓക്കെ, L = R × P അല്ലേ? R × F നെ RF sin θ എന്ന് എഴുതാലോ, A × B നെ AB sin θ എന്ന് എഴുതിയ പോലെ. സോ ടോർക്ക് = R × F അല്ലെങ്കിൽ RF sin θ, L = R × P അല്ലെങ്കിൽ RP sin θ. ഓക്കെ അല്ലേ? L = R × P അല്ലെങ്കിൽ RP sin θ. ഓക്കെ, ഇനി ടോർക്ക് = dL/dt അറിയുന്ന കാര്യമില്ലടാ. ടോർക്ക് = dL/dt അറിയുന്ന കാര്യമാണ്. L = I⍵. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ലോസ് ഓഫ് മോഷൻ്റെ ഇക്വേഷൻസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. സോ ടോർക്ക് നോക്കിക്കോ, ഇത് ശരിക്കും F = ഉണ്ടല്ലോ, നമ്മൾ dP/dt പഠിച്ചില്ലേ? F = dP/dt പഠിച്ചില്ല? അത് തന്നെയാണ്. അവിടുത്തെ ഫോഴ്സിന് പകരം ഇവിടെ ടോർക്ക് വന്ന്, അവിടുത്തെ ലീനിയർ മൊമെന്റത്തിന് പകരമാണ് ഇവിടെ ആംഗുലാർ മൊമെന്റം വന്ന്. ഓർമ്മ ഉണ്ടല്ലോ? അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയറിയിൽ അല്ലേ? ഇനി അതേപോലെ തന്നെ ഇവിടെ വരുന്ന മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യക്ക് ഇക്വലന്റ് ആയിട്ട് അവിടെ മാസ വരിക, അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് എന്നൊക്കെ പറയും. ഇവിടുത്തെ ആൽഫ പറഞ്ഞ ആംഗുലർ ആക്സിലറേഷനാണ്, അവിടെ ലീനിയർ ആക്സിലറേഷൻ ആയിരുന്നു. അപ്പം ഈ ഇക്വേഷൻ നേരെ റൊട്ടേഷണൽ മോഷനിലേക്ക് നമ്മൾ മാറ്റിയെന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെ എല്ലിന് പകരക്കാരനായിട്ട് ഇവിടെ ആരാ വന്നത്? എല്ലിന് പകരക്കാരനായിട്ട് P വന്നു. സോ P = ഐക്ക് പകരക്കാരനായിട്ട് ആരാ വന്ന്? M. സോ P = ഒമേഗയ്ക്ക് പകരക്കാരനായിട്ട് ആരാ വരിക? ഇത് ആംഗുലാർ വെലോസിറ്റിയാ, ലീനിയർ വെലോസിറ്റി V വരും. സോ P = mv മാറ്റി റൊട്ടേഷൻ മോഷനിലേക്ക് എഴുതിയാണ് ഇത്. ഓക്കെ, ഇനി വർക്ക് = τθ. വർക്ക് = ഫോഴ്സ് ഇൻറ്റു F.S എന്ന് ഇപ്പോൾ പഠിച്ചില്ലേ? ഓക്കെ, അത് നേരെ മാറ്റി എഴുതിയാൽ നോക്കിക്കോ, വർക്ക് തന്നെ അല്ലേ? ഫോഴ്സിന് ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ ടോർക്ക് വരും. അവിടെ എന്ത് ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു? ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റയാണ്. സോ ഈ ഇക്വേഷൻ അറിഞ്ഞാൽ ഈ ഇക്വേഷൻ എഴുതാൻ പറ്റണം. ഓക്കെ, ഈ ഇക്വേഷൻ എവിടുന്നാ വന്ന് നോക്കാം. പവർ = F.V എന്ന് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞില്ലേ? പവർ = F.V എന്ന് നമ്മൾ എവിടെയോ പറഞ്ഞില്ലേ? ഇതാ അങ്ങനെയാണെങ്കിൽ ഇതാ പവർ = ഇവിടുത്തെ ഫോഴ്സിന് ഇക്വലൻ്റ് ആയിട്ട് റൊട്ടേഷൻ വരുമ്പോൾ ടോർക്കാം, അവിടുത്തെ ലീനിയർ വെലോസിറ്റി, അത് ലീനിയർ മീൻസ് നമ്മളുടെ ലോസ് ഓഫ് മോഷനിൽ ആ ലീനിയർ വെലോസിറ്റിക്ക് ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ വരുമ്പോൾ അത് ആംഗുലാർ വെലോസിറ്റി ഒമേഗയാവും. സോ ഇക്വേഷനൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഇനി Ke = ½ mv² നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, അങ്ങനെയാണ്
അങ്ങനെയാണെങ്കിൽ ഈ എമ്മിൻ്റെ റൊട്ടേഷൻ അനലോഗ്, മാസിൻ്റെ റൊട്ടേഷൻ അനലോഗ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. ഈ ലീനിയർ വെലോസിറ്റിക്ക് പകരക്കാരനായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റി വരും. സോ ഹാഫ് ഇൻറ്റു എമ്മിന് പകരം ഐ വന്ന് വിക്ക് പകരം ഒമേഗ വന്നു. സോ കെ ഇ റൊട്ടേഷൻ ഇസ് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ക്ലിയർ അല്ലടാ? ക്ലിയർ ആയിരിക്കണം. ഈ സെന്റർ ഓഫ് മാസ് ഓഫ് 2 പാർട്ടിക്കിൾ സിസ്റ്റം ഇൻ 1 ഡയമെൻഷൻ, ഒരു ഡയമെൻഷനിൽ നിൽക്കുക, സ്ട്രെയിറ്റ് ലൈനിൽ 2 മാസുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കാണാൻ പറഞ്ഞിട്ട് ഒന്നുമില്ല, ഒരു എക്സ് കോർഡിനേറ്റ് മാത്രം മതിയല്ലോ, ഒരൊറ്റ കോർഡിനേറ്റ് മതിയല്ലോ നമുക്ക് അതിനെ പറയാൻ. സോ എക്സ് ഇസ് ഈക്വൽ ടു നോക്കിക്കോ, M1 ഒരു X1 ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതായിരിക്കും, M2 ഒരു X2 ഡിസ്റ്റൻസിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നതാണ് സെൻറ്റർ ഓഫ് മാസ് ലൈ ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് അല്ലേ. സോ എക്സ് ഇസ് ഈക്വൽ ടു M1 ഇൻറ്റു X1, അതായത് ആദ്യത്തെ മാസ് ഇൻറ്റു അത് കിടക്കുന്ന ഡിസ്റ്റൻസ്, പ്ലസ് M2 ഇൻറ്റു X2, അതായത് രണ്ടാമത്തെ മാസ് ഇൻറ്റു അത് കിടക്കുന്ന ഡിസ്റ്റൻസ്, ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. സോ എക്സ് ഇസ് ഈക്വൽ ടു M1 X1 പ്ലസ് M2 X2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇനി ഒരു 3 മാസം ഉണ്ടെങ്കിൽ M1 X1 പ്ലസ് M2 X2 പ്ലസ് M3 X3 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. ഇതിങ്ങനെ ടേം അങ്ങനെ നീണ്ടുപോകും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ ഇതാ അതേപോലെ തന്നെ 2 പാർട്ടിക്കിൾ സിസ്റ്റം തന്നെ അതൊരു പ്ലെയിനിൽ നിൽക്കുകയാണെങ്കിൽ എക്സും ഉണ്ടാവും വൈ കോർഡിനേറ്റും ഉണ്ടാവും അല്ലേ. പ്ലെയിനിലുള്ള ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് എക്സ് കോർഡിനേറ്റിനും വൈ കോർഡിനേറ്റിനും ആവശ്യമുണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാം, എക്സിലുള്ള മീൻസ് സെന്റർ ഓഫ് മാസ് ഇപ്പോൾ നോക്കിക്കോ, ഒരു M2 ഇപ്പോൾ ഒരു X2 Y2 എന്ന് പറഞ്ഞ കോർഡിനേറ്റ് ആയിരിക്കും, M1 ഇപ്പോൾ ഒരു X1 Y1 കോർഡിനേറ്റ് ആയിരിക്കും. സെന്റർ ഓഫ് മാസ് ഇത് ഈ പച്ചക്കുത്തായിരിക്കും, ആ പച്ചക്കുത്ത് X, Y എന്ന് പറഞ്ഞ സ്ഥലത്താണ് കിടക്കുന്നത്. സോ ആ എക്സ് കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം. നേരത്തെ അതേ ഇക്വേഷൻ M1 X1 പ്ലസ് M2 X2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2. ഇതേപോലെ തന്നെ സെന്റർ ഓഫ് മാസിന്റെ വൈ കോർഡിനേറ്റ് കാണണമെങ്കിൽ M1 Y1 പ്ലസ് M2 Y2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2. ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? ഇനി ഇതൊരു എന്താണ് സ്പേസിലാണ് കിടക്കുന്നതെങ്കിൽ ഒരു സെറ്റ് ടേമും കൂടെ ഉണ്ടാവും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ലോജിക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഇതാ നേരത്തെ പഠിച്ച V = U + AT, S = UT + ½ AT², V² + U² + V² = U² + 2as ഒക്കെയാണ് കിടക്കുന്നത്. അവിടുത്തെ Vക്ക് ഇക്വലൻ്റ് ആയിട്ട് ω1 വന്ന്, അവിടുത്തെ Uന് ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ ω0 വന്ന്, അവിടുത്തെ Aക്ക് ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ ആംഗുലർ ആക്സിലറേഷൻ ആൽഫ വന്ന്, T അത് തന്നെ. ഓക്കെ, ഇത് എസ്സിന് ഇക്വലൻ്റ് ആയിട്ടാണ് ഇവിടെ എന്ത് വന്നത്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് വന്നത്. Uന് ഇക്വലൻ്റ് ആയിട്ട് ω0 വന്ന്, അപ്പോൾ S = UT + ½ AT² ആണ് ഈ കിടക്കുന്നത്. മനസ്സിലാക്കുക, ഇത് V² = U² + 2as ആണ് കിടക്കുന്നത്. ഓക്കെ, സോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സോ റൊട്ടേഷൻ മോഷൻ നമ്മളവിടെ കഴിഞ്ഞു. ഇതാ നമുക്ക് ഗ്രാവിറ്റേഷന് കിടക്കാം. ഗ്രാവിറ്റേഷൻ കിടക്കുമ്പോൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലേ. എവറി മാസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. സോ F is equal to എന്താണ്, Gm1m2/r² അല്ലേ. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ Gm/r² ആയിരുന്നു അല്ലേ. ഇത് ഇൻ ടേംസ് ഓഫ് മാസ് ഓഫ് പ്ലാനറ്റ് ആൻഡ് റേഡിയസ് ഓഫ് പ്ലാനറ്റ്. ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി ഒരു ഇക്വേഷൻ കൂടെ പഠിച്ചു വെച്ചോ. G = 4/3 ക്യാപിറ്റൽ G pi rho r. G എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. അതിന്റെ വില 6.67 × 10⁻⁻11 Nm²/kg² ആണ്. ഓക്കെ അല്ലടാ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷൻസ് നോട്ട് ചെയ്തോ കേട്ടോ. ഇനി ഹൈറ്റുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെയാണ് മാറുന്നത്? ഹൈറ്റ് കൂടിയിട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും, ഡെപ്ത് കൂടിയാലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയാണ് ചെയ്യുക. ഓക്കെ, മാക്സിമം വാല്യൂ ഉള്ള സർഫസിലായിരിക്കും. ആ ലോജിക്കൊക്കെ ഉണ്ടല്ലോ. സോ ഹൈറ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു സർഫസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു r² + h². ഈ ഇക്വേഷൻ പഠിക്കുക, ഓറഞ്ചിലുള്ള GH is equal to G × r² + h². G എന്ന് പറഞ്ഞാൽ സർഫസിലുള്ളതാട്ടോ ഉദ്ദേശിച്ച്, GH എന്ന് പറഞ്ഞാൽ ഹൈറ്റിലുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ H വെരി വെരി ലെസ് ദാൻ R ആണെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ ബൈനോമിയൽ എക്സ്പാൻഷൻ വഴിയൊക്കെ നമ്മൾ ചെയ്ത് ഓർമ്മയുണ്ടോ? ഓക്കെ, H വെരി വെരി ലെസ് ദാൻ R ആണെങ്കിൽ GH is equal to G × 1 - 2h/r എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇനി GDക്ക് ഒറ്റ ഇക്വേഷൻ ഉള്ളൂ, G × 1 - d/r. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് ഇസ് ഈക്വൽ ടു സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു 1 - d/r. D എന്തായിരിക്കും? ഡെപ്ത് ആയിരിക്കും. നേരത്തെ കേസിൽ H എന്തായിരുന്നു? ഹൈറ്റ് ആയിരുന്നു. ഓക്കെ, ഇതാ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി U is equal to -gmm/r അല്ലേ. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ GPE ഞാൻ ഉദ്ദേശിച്ച ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി കേട്ടോ. അത് U കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സോ U is equal to -gmm/r. ഈ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു യൂണിറ്റ് മാസിനെ കൊണ്ടുവരാൻ ആവശ്യമുള്ള വർക്കല്ലായിരുന്നോ. സോ ഈ സ്മോൾ m 1 ആവും. സോ -gm/r. കുഴപ്പമില്ലായിരിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ എസ്കേപ്പ് വെലോസിറ്റി √2 gm/r അല്ലെങ്കിൽ √2 small gr ആയിരിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ ഓർബിറ്റൽ വെലോസിറ്റി √gm/r അല്ലെങ്കിൽ √g × r. ഓക്കെ, ഇനി എസ്കേപ്പ് വെലോസിറ്റി ഓർബിറ്റൽ വെലോസിറ്റി തമ്മിൽ ഒരു ബന്ധമുണ്ട്. V is equal to √2 v0 അല്ലേ. നമുക്ക് അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് ഒരു ഇക്വേഷൻ ഉണ്ട്. T is equal to 2π√r³ ഓക്കെ, ക്യാപിറ്റൽ R എഴുതാം എപ്പം, ഇഫ് ദ സാറ്റലൈറ്റ് ഇസ് ഓർബിറ്റിംഗ് ക്ലോസ് ടു ദ എർത്ത് അല്ലേ. അല്ലാത്ത കേസിൽ ചിലപ്പോൾ നിങ്ങൾ സ്മോൾ r പഠിച്ചിട്ടുണ്ടാവും. അതെപ്പോഴാണ്? സാറ്റലൈറ്റ് ഒരു വലിയ ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ, r+h ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോഴാണ്. ആ r+h നമ്മൾ സ്മോൾ r ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഡിറൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. സോ ഇഫ് എ സാറ്റലൈറ്റ് ഈസ് ഓർബിറ്റിംഗ് ക്ലോസ് ടു ദ എർത്ത് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. T is equal to 2π√r³/g. ഇനി നോക്കിക്കോ, എനർജി ഓഫ് എ സാറ്റലൈറ്റ്, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി ഒന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന്
നമ്മൾ ഡിറൈവ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഹാഫ് എം വി സ്ക്വയർ വെച്ചിട്ട് നമ്മൾ ഡിനോട്ടൊക്കെ ഡിറൈവ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പോൾ ഒന്നും ഓർക്കണ്ട, ജസ്റ്റ് ഇക്വേഷൻ നോക്കുക. കെ ഇ ഈക്വൽ ടു ജി എം എം ബൈ 2r, പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു മൈനസ് ജി എം എം ബൈ ആർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി തന്നെ. ഓക്കെ, മൈനസ് ജി എം എം ബൈ ആർ. ഓക്കെ, ഇതൊക്കെ ക്ലോസ് ടു എർത്ത് ആയതുകൊണ്ടാണ് ക്യാപിറ്റൽ ആർ വന്നത് കേട്ടോ. ഇനി ദൂരെ ആണെങ്കിൽ അവിടെ സ്മോൾ ആർ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുക. ആ ഒരു ഐഡിയ ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. സോ കെ ഇ ഈക്വൽ ടു ജി എം എം ബൈ 2r, പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു മൈനസ് ജി എം എം ബൈ ആർ, ടോട്ടൽ എനർജി ഈക്വൽ ടു മൈനസ് ജി എം എം ബൈ 2r. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടൊരു ബന്ധം പറയാൻ പറ്റും. കെ ഇ ഈക്വൽ ടു മൈനസ് ഓഫ് ടോട്ടൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു 2 ടൈംസ് ടോട്ടൽ എനർജി. ക്ലിയർ അല്ലേ? ആ ഒരു ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞൂടെ? ഈ കെപ്ലർസ് ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? എവറി പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ സർട്ടൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് ഇൻ വിച്ച് സൺ ഇസ് കെപ്റ്റ് അറ്റ് വൺ ഓഫ് ദ ഫോക്കൈ. സൂര്യനെ ഒരു ഫോക്കസ് നിർത്തിക്കൊണ്ട് എല്ലാവരും ചുറ്റും. ഓക്കെ, ഇതാണ് അവിടെ പറഞ്ഞത്. സെക്കൻഡ് ലോയിൽ നമ്മൾ പറയുന്നത് ഏരിയൽ വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് ആണ്, ഡി എ ബൈ ഡി ടി ഒരു കോൺസ്റ്റന്റ് ആണ്, വിച്ച് മീൻസ് ആ കോൺസ്റ്റന്റ് വില L/2m ആണ്. L എന്തായിരുന്നു? ആംഗുലാർ മൊമെന്റം ആയിരുന്നു. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ മാസ്, കറങ്ങുന്ന ആളുടെ മാസ്. ഓക്കെ, ഇനി തേർഡ് ലോ എന്താ പറഞ്ഞത്? ദ സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് ഇസ് ഈക്വൽ ടു ക്യൂബ് ഓഫ്, അല്ലെങ്കിൽ ഇസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ് അല്ലേ, ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ ഇതാ നോക്കിക്കോ, നമുക്കതാ സോളിഡ്സ് ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് എന്ത് മീൻസ് എന്താണ്? മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി നമുക്ക് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയാം അല്ലേ. മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി നമുക്ക് ജനറലായിട്ട് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ആലോചിച്ച് നോക്കണം. മീൻസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആയിരിക്കും. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ആയിരുന്നു F/A, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ്റെ ഇക്വേഷൻ ആയിരുന്നു Δ(L/L). ഇതൊക്കെ കൂടെ സോൾവ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, Y = FL/A Δ(L). ഓർമ്മ ഉണ്ടോടാ? ഒരു L ലെങ്ത് ഉള്ള വയർ Δ(L) പിടിച്ച് വലിക്കുന്നു അല്ലെ, അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ടാവുന്നു അല്ലേ, സ്ട്രെസ് ഉണ്ടാവുന്നു. സോ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതുക, Y = FL/A Δ(L) അല്ലേ, ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഷിയർ മോഡുലസ് ആണ് അല്ലേ. ഷിയർ മോഡുലസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഷേപ്പ് മാറുകയാണ് അല്ലേ, വോളിയം മാറാണ്ട് ഷേപ്പ് മാറാണ്. സോ നമുക്ക് ഇവിടെ ഒരു തീറ്റ ഒക്കെ ചെയ്തിട്ട് ഡിറൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ, ഒരു തീറ്റ ഒക്കെ ഉണ്ട്, ഒരു Δx അങ്ങോട്ട് മൂവ് ചെയ്ത് ഒരു L ആണ് ഇതിൻ്റെ ലെങ്ത് ഒക്കെ പറഞ്ഞിട്ട്. സോ G = F/A ബൈ Δx/L എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഈ Δx/L തീറ്റ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും അല്ലേ. സോ F/A ബൈ തീറ്റ എന്നൊക്കെ വരും. ഓക്കെ, തീറ്റ വളരെ ചെറുതാണെങ്കിൽ ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്നൊക്കെ ചെയ്ത് ഓർമ്മ ഉണ്ടോ? ഓക്കെ, G = അപ്പം F/A ബൈ Δx/L എന്ന് എഴുതാം, അല്ലെങ്കിൽ F/A ബൈ തീറ്റ എന്ന് എഴുതാം. ഓക്കെ അല്ലേ, ക്ലിയർ ആയിരിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ ബൾക്ക് മോഡുലസ് F/A ബൈ, ഇത് വോളിയം മാറും, ഷേപ്പ് മാറാണ്ട് വോളിയം മാറും. സോ വോളിയം എന്താണ്? കുറയുക ചെയ്യുക. സോ വോളിയം കുറയുമ്പോൾ ഇവിടെ ഒരു മൈനസും വരും. ഓക്കെ, സോ B = F/A ബൈ മൈനസ് Δv/V. ഓക്കെ, ഈ F/A നമുക്ക് ചേഞ്ച് ഇൻ പ്രഷർ ആയിട്ട് എഴുതാൻ പറ്റും. സോ Δp ബൈ മൈനസ് Δv/V, അല്ലെങ്കിൽ മൈനസ് ഡെൽറ്റ നോക്കിക്കോ, ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന V മുകളിലേക്ക് പോകും. സോ മൈനസ് Δpv ബൈ Δv. ഓക്കെ അല്ലേ, അപ്പോൾ ബൾക്ക് മോഡുലസ് കഴിഞ്ഞു. ഇനി കംപ്രസിബിലിറ്റി പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ആണ്. ബൾക്ക് മോഡുലസ് 1 ബൈ ബൾക്ക് മോഡുലസ് ആണ്. പോയ്സൺസ് റേഷ്യോ സിഗ്മ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ഓക്കെ അല്ലേ. എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു Y ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ ബൈ വോളിയം, സ്ട്രെയിൻ സ്ക്വയർ ഇൻറ്റു വോളിയം. ഓക്കെ അല്ലേ. യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ്റെ സ്ക്വയർ ഇൻറ്റു വോളിയം ബൈ 2. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ അത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇത് അടുത്തത് ഫ്ലൂയിഡ്സ് അല്ലേ. പ്രഷർ = ഫോഴ്സ് ബൈ ഏരിയ അറിയാം, പാസ്കൽസ് ലോ വെച്ച് പ്രോബ്ലം ചെയ്യാൻ അറിയണം. നോക്കിക്കോ, ഇവിടുത്തെ F/A = അവിടുത്തെ F/A, അതിൻ്റെ ആവശ്യമുള്ളൂ. സോ ഈ ഒരു ഫോഴ്സ് വേണമെങ്കിൽ ചോദിക്കാം. സോ ആ ക്യാപിറ്റൽ F ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയാൽ മതി, ക്യാപിറ്റൽ F = സ്മോൾ F/A ഇൻറ്റു ക്യാപിറ്റൽ A. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പ്രഷർ = അവിടുത്തെ പ്രഷർ. സോ ഇവിടുത്തെ F/A = അവിടുത്തെ F/A. ഓക്കെ, സ്മോൾ F ബൈ സ്മോൾ A = ക്യാപിറ്റൽ F ബൈ ക്യാപിറ്റൽ A. ഇത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇനി ഇതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹൈറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ഡെപ്ത് കൂടുതലനുസരിച്ച് പ്രഷർ കൂടിയായിരിക്കും ചെയ്യുക അല്ലേ. ജനറലി പറയുകയാണെങ്കിൽ താഴത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ മോളത്തെ പ്രഷർ പ്ലസ് HρG ആയിരിക്കും. താഴത്തെ പ്രഷർ എപ്പോഴും കൂടുതലായിരിക്കും, അത് മോളത്തെ പ്രഷർ പ്ലസ് HρG ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെ ഒരു ബീക്കർ എടുത്ത്, ഓക്കെ, സർഫസിൽ ആരായിരിക്കും ആ പ്രഷർ കൊടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ സർഫസിലൊരു ഫോഴ്സ് ഈ യൂണിറ്റ് ഏരിയയിൽ കൊടുത്താൽ അവിടെ പ്രഷർ ഉണ്ടാവുക, അത് ആരായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? സർഫസിൽ ഇത് കൊടുക്കുന്ന അറ്റ്മോസ്ഫിയർ ആയിരിക്കും. സോ മുകളിലുള്ള ആ ഒരു സർഫസ് ഓഫ് ദ വാട്ടറിലുള്ള പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. താഴെ ഏതോ ഒരു പോയിന്റിലുള്ള പ്രഷർ P ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതി കൂടെ, അതൊരു H ഡെപ്തിലാണെങ്കിൽ P = PA പ്ലസ് HρG. എഴുതുന്നതിന് പ്രശ്നം ഉണ്ടോ? താഴത്തെ പ്രഷർ = മുകളിലത്തെ പ്രഷർ പ്ലസ് HρG. റോ എന്താ? ഈ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി, അതായത് ഉള്ളിൽ കിടക്കുന്ന ആളുടെ ഡെൻസിറ്റി. ഓക്കെ, G എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, നമ്മൾ നേരത്തെ പഠിച്ചത്. ഓക്കെ, സോ താഴത്തെ പ്രഷർ = മുകളിലത്തെ പ്രഷർ പ്ലസ് HρG. അല്ലെങ്കിൽ നമുക്ക് പറയാം താഴത്തെ പ്രഷറിനെ ഇപ്പോൾ ആബ്സല്യൂട്ട് പ്രഷർ എന്നൊക്കെ വിളിക്കാൻ പറ്റും. ആബ്സല്യൂട്ട് പ്രഷർ = അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് HρG. ഇനി HρGന് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഗേജ് പ്രഷർ എന്ന് വിളിക്കാം. ഓക്കെ, അതായത് സർഫസിലുള്ള പ്രഷറിനേക്കാൾ താഴത്തെ പ്രഷർ എത്ര കൂടുതലാണോ ആ കൂടുതലിനുള്ളതിന് നമുക്ക്, അല്ലെങ്കിൽ ആ എക്സസ് പ്രഷർ നമുക്ക് എന്ത് വിളിക്കാം? ഗേജ് പ്രഷർ എന്ന് വിളിക്കാം. സോ HρGന് നമുക്ക് ഗേജ് പ്രഷർ എന്ന് വിളിക്കാം. സോ ഇക്വേഷൻ ഇങ്ങനെ വായിക്കാം, ആബ്സല്യൂട്ട് പ്രഷർ = അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. ആ ലോജിക്കും നമുക്ക് അവിടെ മനസ്സിലായി. സോ ജനറലി ഇത്രയേ ഉള്ളൂ. താഴത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ പ്രഷർ പ്ലസ് HρG ആണ്. ഓക്കെ, ഈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി A1 V1 = A2 V2. ഓക്കെ, ബെർണോളീസ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു?
പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഒരു കോൺസ്റ്റൻ്റാണ്. ഓർമ്മ ഡിറൈവ് ചെയ്ത് കിട്ടിയ പി വൺ പ്ലസ് ഹാഫ് റോ വി വൺ സ്ക്വയർ പ്ലസ് റോ ജി എച്ച് വൺ ഇസിക്കൽ ടു പി ടു പ്ലസ് ഹാഫ് റോ വി ടു സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ടു എന്നൊക്കെ പറഞ്ഞ് കിട്ടിയ ഓർമ്മ. സോ അതവിടെ പറയാൻ പറ്റും. ഇനി സ്റ്റോക്സിലോ എഫ് ഇസിക്കൽ ടു 6π∗RV ആയിരുന്നു. വി എന്ന് പറഞ്ഞാൽ ആ വെലോസിറ്റിൻ്റെ വാല്യൂ ആയിരുന്നു. ഈറ്റ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ആയിരുന്നു. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആയിരുന്നു. ഓക്കെ അല്ലടാ, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. റേഡിയസ് ഒരു ബോളാണ് വീഴുന്നെങ്കിൽ അതിൻ്റെ റേഡിയസ്. ഓക്കെ, ഇനി ടെർമിനൽ വെലോസിറ്റി ഓർമ്മ ഉണ്ടോ? ടെർമിനൽ വെലോസിറ്റി ഇസിക്കൽ 2r² g × d−ρ/9η. ഓക്കെ, അപ്പോൾ കേസ് ഞാൻ തന്നിട്ടുണ്ട്. ഒരു ബോളിൻ്റെ ഡെൻസിറ്റി ഡി ആണ് വിചാരിക്കും, അത് വീഴുന്ന ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി റോ ആണ് വിചാരിക്കും, ആ ബോളിൻ്റെ റേഡിയസ് ആർ ആണ് വിചാരിക്കും. സോ ആ ടെർമിനൽ വെലോസിറ്റി എന്തായാലും ടെർമിനൽ വെലോസിറ്റി ഓർമ്മ ഉണ്ടോ? വെലോസിറ്റി ഇങ്ങനെ കൂടി വന്നിട്ട് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് വെലോസിറ്റി എത്തും. ഓക്കെ, ആ കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് വെലോസിറ്റി നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, ടെർമിനൽ വെലോസിറ്റി ഇക്വേഷൻ 2r² g × d−ρ/9η. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ ആ സ്ഫെറിക്കൽ ബോൾ. ഓക്കെ, ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡി എന്ന് പറഞ്ഞാൽ ആ ബോളിൻ്റെ ഡെൻസിറ്റി, റോ എന്ന് പറഞ്ഞാൽ ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി, ഈറ്റ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. സോ ഇത് ചെയ്താൽ നമുക്ക് ടെർമിനൽ വെലോസിറ്റി കിട്ടും. ഇനി എക്സസ് പ്രഷർ ഇൻസൈഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ 2s/r ആയിരുന്നു. എക്സസ് പ്രഷർ ഇൻസൈഡ് ബബിൾ എന്ന് പറഞ്ഞാൽ 4s/r ആയിരുന്നു. ഓക്കെ, കാപ്പിലറി റൈസ്, ഒരു കാപ്പിലറി ട്യൂബ് ഇറക്കി വെക്കുമ്പോൾ എത്ര ഹൈറ്റ് റൈസ് ചെയ്യും, അതിനാണ് കാപ്പിലറി റൈസ് എന്ന് പറയുക. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ തരുന്നു H = 2s cos θ/A ρg ആണ്. ഇതിനകത്ത് എസ് എന്താണ്? സർഫസ് ടെൻഷനാണ്. കോസ് തീറ്റ ഇല്ലേ, ആ തീറ്റ എന്തായിരിക്കും? തീറ്റ പറഞ്ഞാൽ ആംഗിൾ ഓഫ് കോൺടാക്റ്റ് ആണ്. ഓർമ്മയുണ്ടല്ലേ? അത് വെള്ളത്തിൻ്റെ കേസിൽ അത് മീൻസ് അക്യൂട്ട് ആയിരിക്കും, മെർക്കുറിൻ്റെ കേസിൽ അത് ഒപ്റ്റ്യൂസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു ഓർമ്മ ഉണ്ടോ? ഫസ്റ്റ് ഒക്കെ ഓർത്ത് വെക്കുക. റോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെൻസിറ്റി ആയിരിക്കും, എ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ കാപ്പിലറി ട്യൂബ് ആയിരിക്കും. ഓക്കെ, ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മളവിടെ ഫ്ലൂയിഡ്സും തീർന്നുണ്ട്. ഓക്കെ, നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ആ 3 ടെമ്പറേച്ചർ സ്കെയിൽസ് അല്ലേ, സെൽഷ്യസ്, ഫാരനൈറ്റ്, കെൽവിൻ, അതെങ്ങനെ റിലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നോക്കോ, C/5 = F-32/9 = K-273/5. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ TC/5 = TF-32/9 പഠിച്ചിട്ടുണ്ടാവില്ല ഇത്. സോ ഈ ഒരു ഇക്വേഷൻ നോക്കുക. ഇതിപ്പം 2 ടെമ്പറേച്ചർ സ്കെയിൽസിന് നമുക്ക് ഇങ്ങനെ മാറ്റി കളിക്കാം. അതായത് 80 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരനൈറ്റാണ്. സോ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതാ മീൻസ് എന്താണ് ഇങ്ങനെ ചോദിക്കാം, അതായത് എന്താ ഇപ്പം ഇങ്ങനെ ചോദിക്കാം, ഇത്ര ഫാരനൈറ്റ് വന്നിട്ടുണ്ട്, അത് എത്ര കെൽവിനാണ്. സോ അതൊക്കെ നമുക്ക് അങ്ങനെ മാറ്റി ചെയ്യാൻ പറ്റും. ഓക്കെ, ലോജിക്ക് മനസ്സിലായല്ലോ. ഇതാ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ = Δl/L∆T, കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ ബീറ്റ = Δa/A∆T, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഗാമ = Δv/V∆T. ഓക്കെ, ഇനി ഈ ഒരു റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ബീറ്റ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ആൽഫ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഗാമ എന്ന് പറഞ്ഞാൽ 3 ടൈംസ് ആൽഫ ആയിരിക്കും. ഓക്കെ, ആ ഒരു ഐഡിയയും കൂടെ മനസ്സിലാക്കി വെക്കുക. ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സ്മോൾ സി നിങ്ങൾ എന്താ ഡിനോട്ട് ചെയ്ത് പഠിച്ചതെന്ന് എനിക്കറിയില്ല. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ Δq/m∆T ആയിരിക്കും. മോളാർ ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ Δq/n∆T ആയിരിക്കും. നിങ്ങൾ എന്താണോ അതിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിച്ചത് അത് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഞാൻ സ്മോൾ സിയും ക്യാപിറ്റൽ സി ആയിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് എടുക്കുന്നു. ഓക്കെ, ഈ ലാറ്റന്റ് ഹീറ്റ് പറഞ്ഞാൽ L ആണ് അല്ലേ. അതായത് അത് മീൻസ് അതിൻ്റെ ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം അല്ലേ. ഫേസ് ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ളൊരു ഹീറ്റ് ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ടെമ്പറേച്ചറിൽ മാറ്റമൊന്നും വരാണ്ട് ആ ഫേസ് ചേഞ്ച് ചെയ്യാൻ ആവശ്യമുള്ള ഹീറ്റ് അല്ലേ, അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നോക്കോ L = Q/m എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി H അല്ലേ, ഹീറ്റ് കറണ്ട് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ എന്നൊക്കെ നിങ്ങൾ പറയും അല്ലേ. അങ്ങനെയാണ് അത് = Ka∆T/L. ഇത്രയും ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി അടുത്ത തെർമോഡൈനാമിക്സ് ആണ്. ഫസ്റ്റിലോ Δq = Δu + Δw, അതേപോലെ തന്നെ Δw P∆V എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ W = 2.303 nRT log V2/V1. വർക്ക് ഡൺ ഇൻ അഡയാബാറ്റിക് പ്രോസസ് ആണെങ്കിൽ nR/γ-1 × T1 - T2. T1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ടെമ്പറേച്ചർ. ഓക്കെ, ആദ്യം ടെമ്പറേച്ചർ, പിന്നെയാണ് T2ലേക്ക് എത്താൻ പോകുന്നത്. സോ ഇനീഷ്യൽ ടെമ്പറേച്ചർ മൈനസ് ഫൈനൽ ടെമ്പറേച്ചർ ആയിട്ടാണ് വരുന്നത്. സോ nR/γ-1 × T1 - T2. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇത്രയും കാര്യം കഴിഞ്ഞു. ഇനി കാർനോട്ട് എഞ്ചിൻ്റെ കാര്യത്തിൽ എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ ഉണ്ടാവും. എഫിഷ്യൻസി പറഞ്ഞാൽ സിംപ്ലി ഔട്ട്പുട്ട്/ഇൻപുട്ടാണ്. ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്ന വർക്കാണ്. സോ വർക്ക് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് Q1 എമൗണ്ട് ഹീറ്റാണ് കൊടുക്കുന്നത്. സോ W/Q1 എഴുതാം. വർക്കിന് പകരം നമുക്ക് Q1 - Q2 എഴുതാം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ വൺ ഷോട്ട് ആയിട്ടും ലൈവായിട്ടും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ വർക്കിന് Q1 - Q2 എഴുതാം ബൈ ആ Q1. ഓക്കെ, ഇനി ഇതിനെ ഈ മുകളിലത്തെ ടേമിന് Q1 കോമൺ ആക്കി പുറത്തെടുക്കുകയാണെങ്കിൽ എനിക്ക് 1 - Q2/Q1 എന്ന് കിട്ടും അടുത്തത്. ഓക്കെ, ഇനി Q2/Q1 T2/T1 എന്ന് എഴുതാൻ പറ്റും ഈ കാർനോട്ട് എഞ്ചിൻ അല്ലെ ഈ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ്റെ കേസിൽ. സോ Q2/Q1 T2/T1 എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ 1 - T2/T1 ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇതൊക്കെ ഫ്രാക്ഷനിലാണ് കിട്ടുക. പെർസെൻറ്റേജിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ടേമിൻ്റെ കൂടെ ഒക്കെ 100 മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലടാ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ. ഇതാ CP - CV = R മേയേഴ്സ് റിലേഷൻ എന്ന് പറയും. അതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഡിറൈവ് ചെയ്യാനും ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത ചാപ്റ്റർ നോക്കിക്കോ. ഇതേതായിരുന്നു? കൈനറ്റിക് തിയറി അല്ലേ. PV = nRT നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇനി ഇൻ ടേംസ് ഓഫ് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് നമുക്ക് PV = KBT എന്ന് പറയായിരുന്നു അല്ലേ, പറയാൻ പറ്റണം. ഇനി പ്രഷർ എക്സേർട്ടഡ് ബൈ എൻ ഐഡിയൽ ഗ്യാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതെന്തായിരുന്നു? 1/3 nm V mean square അല്ലേ.
1/3 NM V മീൻ സ്ക്വയർ ഡിറൈവ് ചെയ്തിട്ടില്ലടാ, ഡിറൈവ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. സോ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി ആവറേജ് കൈനറ്റിക് എനർജി 3/2 kBT നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ VRMS √3 RT ആ മോളാർ മാസ് അല്ലേ, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ √3 kBT/m അല്ലേ, അങ്ങനെയൊക്കെ ചെയ്തുകൂടെ, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ മീൻ ഫ്രീ പാത്ത് 1/√2 πND² അല്ലേ. ഇത് ഡിറൈവ് ചെയ്യാനും ചോദിക്കില്ല, പക്ഷേ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് പഠിക്കേണ്ട ഇതായിട്ടുണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ഇനി അല്ലെങ്കിൽ KBT ഇൻ ടേംസ് ഓഫ് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ് KBT/√2 πD²P എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേടാ, ക്ലിയർ അല്ലേ? സോ ഇനി ഇതാ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നോക്കിക്കോ. സോ അതാണ് ഇനി അടുത്ത് നമുക്ക് ഓസിലേഷനിലേക്ക് കിടക്കാം. ഓസിലേഷനിൽ എന്താണ്, അതായത് നമുക്ക് സ്പ്രിങ്ങിനെ പറ്റിയൊക്കെ പഠിക്കാനല്ലേ. സോ അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും, അങ്ങോട്ട് പിടിച്ച് വിളിക്കുകയാണെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. റീസ്റ്റോറിംഗ് ഫോഴ്സ് F -kx ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആക്സിലറേഷൻ ω²x എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ടൈം പീരീഡ് ഓഫ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം T 2π√m/k, പിന്നെ ഫ്രീക്വൻസി ന്യൂ 1 ടൈം പീരീഡ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ കൂടുതൽ ഗ്രാഫുകൾ ചോദിക്കും, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എങ്ങനെ വേരി ചെയ്യുന്നുള്ള ടൈപ്പ് ഗ്രാഫുകളൊക്കെ. സോ അതൊക്കെയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. സിമ്പിൾ പെൻഡുലത്തിന് ടൈം പീരീഡ് 2π√L/g ആണ്. പിന്നെ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ ½ mω² A² - x² എന്നൊക്കെ എഴുതാൻ പറ്റും. mω² നമുക്ക് എന്ത് എഴുതാം, k എന്ന് എഴുതാൻ പറ്റും കേട്ടോ. സോ വേണമെങ്കിൽ ഇതിനെ k എന്ന് ഇടാം, ½ k × A² - x². നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, ഇതാണ് ½ k × A² - x² അല്ലേ. ഇനി അടുത്തത് ½ k x² ആയിരിക്കും നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജി അല്ലേ. ഇനി ടോട്ടൽ എനർജി ½ k A² ആയിരിക്കും. സോ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഗ്രാഫുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ് പീരിയോഡിക് മോഷൻ, എന്താണ് ഓസിലേറ്ററി മോഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുക കൂടുതലായിട്ട്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ നമുക്ക് ഇതാ വേവ്സ് എടുക്കാം. നോക്കിക്കോ, ജനറൽ ഇക്വേഷൻ ഓഫ് വേവ് y = അതായത് ജനറൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ, y = A sin kx ± ωt+φ എന്നൊക്കെ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ± ആ ഡയറക്ഷൻ ഓഫ് ദ വേവ് ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം ഇവിടെ ± φ എന്ന് പറഞ്ഞാൽ ഫേസ് ആണെന്നൊക്കെ അറിയാം. സോ ഇങ്ങനെ തരാം, y = 5 sin മീൻസ് 2πx പ്ലസ് എന്തോ +5 എന്നൊക്കെ പറഞ്ഞിട്ട് തരാം. അതിൻ്റെ അകത്ത് എന്താണ് ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, k എത്രയാണ്, വേവ് മീൻസ് വേവ് നമ്പർ എത്രയാണ്, വേവ് നമ്പർ എന്നാണ് k എന്നൊക്കെ ഉദ്ദേശിക്കുക അല്ലേ. സോ അതൊക്കെ എത്രയാണെന്നൊക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഫ്രീക്വൻസി ആണ് 1 ടൈം പീരീഡ് അറിയാം, ω = 2π/t അല്ലെങ്കിൽ 2πf എന്നറിയാം. അതേപോലെ തന്നെ വേവ് നമ്പർ 2π/λ അറിയാം. അതേപോലെ തന്നെ v = f λ അല്ലേ, വെലോസിറ്റി = ഫ്രീക്വൻസി ഇൻറ്റു ആ ഒരു വേവ് ലെങ്ത് എന്നുള്ള ഐഡിയ ഒക്കെ നിങ്ങൾക്ക് വേണം. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്താണ്, അതിന് വേണേൽ ω/k എന്ന് എഴുതാൻ പറ്റും അല്ലേ, ω/k എന്ന് എഴുതാൻ പറ്റും. ഇനി സ്പീഡ് ഓഫ് വേവ് ആണ് സ്ട്രെച്ച്ഡ് സ്ട്രിങ് ചോദിക്കാറുണ്ട്. സോ v = √T/μ. T എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആണ്, മ്യൂ എന്ന് പറഞ്ഞാൽ ലീനിയർ ഡെൻസിറ്റി, ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറയും, ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറയും. ഓക്കെ, T എന്ന് പറഞ്ഞാൽ ടെൻഷൻ അല്ലേ, സ്ട്രിങ്ങിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നൊക്കെ പഠിച്ചില്ലേ. സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. പിന്നെ ന്യൂട്ടൺസ് ഫോമുലയുണ്ട്, ലാപ്ലേസ് അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് √P/ρ എന്ന് പറഞ്ഞ സംഭവം ലാപ്ലേസ് എന്ത് ചെയ്തു, P/ρ എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരാൾ അഡയബാറ്റിക് മീൻസ് ഐസോതെർമൽ എന്ന് പറഞ്ഞ പ്രോസസ് അഡയബാറ്റിക് ആക്കിയിട്ട് കറക്റ്റ് ചെയ്തു, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, തിയറിയിലേക്കൊന്നും കിടക്കുന്നില്ല. സോ ഇത്രയും കാര്യം പഠിച്ചു വെക്കുക. ഇനി എന്താണ് ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, അതേപോലെ തന്നെ സ്ട്രിങ്, അതിൻ്റെ എന്താണ് ഫസ്റ്റ് ഹാർമോണിക്സ്, സെക്കൻഡ് ഹാർമോണിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നു. സോ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.